വീഡിയോയിൽ കാണിക്കുന്ന പെർഫോമൻസ് ബജാജ് ഫിനാൻസിൻ്റെയാണ്. ഇൻട്രോയുടെ പെർഫോമൻസ് ആണ് നമുക്ക് ട്രേഡ് വന്നിരിക്കുന്നത്. 9:15 ശേഷമാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മേഖലത്തെ ഡാഷ്ബോർഡിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ സിഗ്നൽ വരുമ്പോൾ നമുക്ക് അലേർട്ട് മെസ്സേജ് വരും, നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ വരുന്ന നമുക്ക് ബൈ ചെയ്യാനുള്ളത്, റെഡ് വരുന്ന സെല്ലിൻ്റെയാണ്. ഇപ്പോൾ ഈ ഒരു വൈറ്റ് വേർട്ടിക്കൽ ലൈൻ ഇല്ല, അതാണ് ഡേ സെപ്പറേഷൻ ലൈൻ. അത് ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ബൈ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബൈ വരുമ്പോഴത്തേക്ക് നമ്മളത് കൺഫേം ആണെന്ന് നോക്കിയ ശേഷം മാത്രം എടുക്കുക. കൺഫർമേഷൻ ബൈ ആണെന്നുണ്ടെങ്കിൽ ആരോ വന്നതിന് ശേഷം ഇതുകൊണ്ട് താഴത്ത് പ്രൈസ് ഇതുപോലെ ബൈ സോൺ കാണിക്കണം. ഈ ആരോടെ താഴത്ത് ഈ ഒരു ബാർ കണ്ടോ, അതെന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് അത് ഗ്രീൻ അല്ലെങ്കിൽ ഒരു 2-3 ക്യാൻഡിന് ശേഷം നമുക്ക് ഗ്രീൻ ആവുകയാണെങ്കിൽ അവിടെ നിന്ന് എടുത്താൽ മതി. ആക്ച്വലി നമുക്ക് ഈ ഒരു ലെവലിലാണ് കൺഫർമേഷൻ കിട്ടിയത്. അവിടെ നിന്ന് ആ റെസിസ്റ്റൻസിനെ അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് നല്ലൊരു കയറ്റം കയറി, നല്ല രീതിയിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് മാത്രം, അതായത് വൺ സൈഡ് മാർക്കറ്റ് ആയതുകൊണ്ട് ആ ഒരു ട്രേഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ടാർഗറ്റെല്ലാം അച്ചീവ് ആണ്. നമ്മൾ ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ എൻഡ് എടുത്ത ശേഷം നമ്മൾ ഈ ഒരു ലെവലിൽ കട്ട് ചെയ്ത് എക്സിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അതിനുശേഷം ഇങ്ങനെ വൺ സൈഡ് മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റീ എൻട്രി ചെയ്യാം. അതിനാണ് ഈ റെസിസ്റ്റൻസ് ഇല്ലേ, ആ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്യുന്ന ലെവൽ വെച്ച് നിങ്ങൾക്ക് റീ എൻട്രി ചെയ്യാം.